ഹായ് ഹലോ നമസ്കാരം. ഞാൻ സജീന ഫ്രം കൊല്ലം. എൻ്റെ ചാനലിൻ്റെ പേര് അറിയാമല്ലോ, സജീന വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു കടുമാങ്ങ അച്ചാറിടാം. 1.5 കിലോ മാങ്ങ ഞാൻ കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി കുനുകുന് ചെറുകുറു നിരകൾ എന്ന പോലെ കുനുകുന അരിഞ്ഞിട്ട് വരാം. ഓക്കെ, ഞാനൊരു സത്യം പറയട്ടെ, ഈ കട്ടിങ് പൊടിനെ വെച്ച് ഇങ്ങനെ അരിയുന്നതിനേക്കാളും എനിക്കിഷ്ടം സ്പീഡ് എന്താ കണ്ട ഇങ്ങനെ അരിയുന്നത്. അപ്പം ഞാനിങ്ങനെ കൈ വെച്ച് തന്നെ അരിയും, കട്ടിങ് ബോർഡൊന്നും വീഴാതെ. ഓക്കെ, മാങ്ങയെല്ലാം തണ്ട നല്ല കുനുകുനാ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ, ഒന്നല്ല 2 സ്പൂൺ ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ട് ഇതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം. ഓക്കെ, മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വയ്ക്കാം. ഉരുളി നല്ലോണം ചൂടായി നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണ ഒഴിച്ച് ഒന്നും ചെറുതായിട്ടൊന്ന് ചൂടാകും. അതിൻ്റെ കൂട്ട 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഉലുവ, 1 സ്പൂൺ കടുക്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനകത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിക്കും. ഒരു 4 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി എടുത്താൽ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് 4 സ്പൂൺ കടുക്, 2 സ്പൂൺ ഉലുവ, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി അതിൽ വറ്റൽമുളക്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, ഇതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്കിതൊന്ന് പൊടിച്ചിട്ട് വരാം. എല്ലാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്, നല്ലോണം ഫ്രൈ ആയി നല്ല ബ്രൗൺ കളറായി. ഇനി ഇതിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂന്ന് സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ വേണ്ട, 1/2 ടീസ്പൂൺ ഇട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. നേരത്തെ ഉപ്പിലിട്ട് വെച്ച മാങ്ങയില്ല, ഉപ്പിലിട്ടല്ല, ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഇതിലൂടെ തീർക്കാം.
ഇതിൽ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മുളകും ഉലുവ കടുക് ഇതെല്ലാം കൂടെ ക്രഷ് ചെയ്തത് ഇതിനകത്ത് നമുക്ക് കത്തിക്കും. കായപ്പൊടി, അപ്പോൾ നമ്മുടെ കടുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റായി രേഖപ്പെടുത്തണം. അതിൻ്റെ താഴെ ഒന്ന് പറയരുത് വെള്ളോടി പാർട്ടികളെ വീടിൻ്റെ അടുത്ത് അടുപ്പിക്കരുത് കേട്ടോ. പിന്നെ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഒരു ഷെയർ ഞാൻ അത്ര മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. പ്ലീസ്.